ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി. എനിക്ക് ഒരു മഞ്ഞൾ കിട്ടിയതാണ്. അതിനെ ഞാൻ കൊണ്ട് കുഴിച്ചിട്ട് ഏതാണ്ട് ഒരു 10 മാസത്തിൽ കൂടുതലായി. അതിനുശേഷം അതിൻ്റെ മണ്ണൊക്കെ മാറ്റി നോക്കിയപ്പോൾ ഇത്രയും മഞ്ഞൾ അതിലുണ്ടായിരുന്നു. ഒരു മൂടിൽ നിന്ന് തന്നെ ഇത്രയും മഞ്ഞൾ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരു മൂടിൽ നിന്ന് നമുക്ക് ഇത്രയും കിട്ടുകയാണെങ്കിൽ നമ്മളൊരു 5-6 മൂട് കസ്തൂരി മഞ്ഞൾ ഇതുപോലെ നടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിൻ്റെ വിളവ് ലഭിക്കും. ഇതിൽ ഞാനങ്ങനെ ഒരുപാട് വളമോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. വെള്ളം ഒഴിച്ചു കൊടുക്കും, പിന്നെ പുളിപ്പിച്ച കഞ്ഞി വെള്ളവും കൂടെയൊക്കെ ഇതിൽ ഒഴിച്ചു കൊടുക്കുമായിരുന്നു. കണ്ടോ, ഇത്രയും മഞ്ഞൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ശരിക്കുള്ള ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതൊന്നും അത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളല്ല. ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ നിറമെന്ന് പറയുന്നത് ഒരു ക്രീം കളറാണ്. അതിൻ്റെ സുഗന്ധവും വേറൊരു രീതിയിലാണ്. നമുക്ക് മഞ്ഞ കളറിൽ പീസായിട്ടൊക്കെ ഉണക്കി വച്ചിരിക്കുന്നതൊക്കെ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതല്ല ശരിക്കുള്ള കസ്തൂരി മഞ്ഞൾ. കണ്ടോ, ഈ ഒരു കളറ്, ഇതാണ് ഒറിജിനലായിട്ടുള്ള കസ്തൂരി മഞ്ഞളെന്ന് പറയുന്നത്. ഇതിൻ്റെ പുറത്തുള്ള നാരൊക്കെ എടുത്ത് മാറ്റിയ ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ഇതിന് ചെയ്യാനുള്ളത്, ഇതിൻ്റെ പുറത്തെ തൊലിയൊന്ന് നമ്മൾ ഒരു കത്തി വെച്ച് അങ്ങ് ചുരണ്ടി മാറ്റണം. അത്രയും. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾ പുഴുങ്ങി ഉണക്കുന്ന പോലെയൊന്നും ഇത് ചെയ്യരുത്. ഇതിന് ഇതുപോലെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കണം. തൊലിയൊക്കെ മാറ്റിയപ്പോൾ കൊണ്ടോ നല്ല ഒരു ക്രീം കളറിലാണ് ഇതിരിക്കുന്നത്. ഇതിനെ ഇനി ചെറിയ പീസായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഈ കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട് ഇതിന്. ശരിക്കൊരു കർപ്പൂരത്തിൻ്റെയും മഞ്ഞളിൻ്റെയും കൂടെ ഒക്കെ ചേർത്ത ഒരു മണമാണ്. ഇതിനെ ഞാനിപ്പോൾ ഒരു 4 ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഉണങ്ങിയെടുത്തപ്പോൾ കണ്ടോ വളരെ കുറച്ചേ ഉള്ളൂ ഇത് ഒരു ബൗള് ഉണ്ടായിരുന്നു ഉണക്കിയെടുത്തപ്പോൾ. അതിനെ മിക്സിയുടെ ഒരു ചെറിയ ജാറിലിട്ടിട്ട് ഇനി പൊടിച്ചെടുക്കാം. ഒരു ചെറിയ ജാറിലിട്ട് പൊടിക്കാൻ വേണ്ടി മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചെടുത്തപ്പോൾ വീട് മുഴുവനും ഇതിൻ്റെ ഒരു മണമാണ്. ആ ഒരു മഞ്ഞളിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ ചേർന്ന നല്ല ഒരു സുഗന്ധം. കണ്ടോ, നല്ല ക്രീം കളറിലെ ഈ പൊടിയാണ്. ഇതാണ് ശരിക്കുള്ള കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി എന്ന് പറയുന്നത്. ഇത് തൈരിലോ പാലിലോ ഒക്കെ ചാലിച്ച് നമുക്ക് മുഖത്ത് തേക്കാം. അതിൻ്റെ ആ ഒരു നിറം കണ്ടോ. മറ്റൊരു വീഡിയോയുമായിരുന്നായിരിക്കും. ബൈ.